ഹായ് ഹലോ അതെ ഞങ്ങളിതൊരു സിനിമ കാണാൻ പോവുകയാണ്. അതിൽ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അത് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. ജോജുവിനോടൊക്കെ പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കാണ് സിനിമയെങ്കിലും ഞങ്ങൾ രാവിലെ റെഡിയായെങ്കിൽ ഇതുങ്ങളെയൊക്കെ കുളിപ്പിച്ചൊരുങ്ങിയൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ജോജു ഇങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുകയാണ്. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ സാമ്പാർ. ഇഡ്ഡലിയും സാമ്പാറും പുട്ടും സാമ്പാറും ചോറും ഇതാണ് ജോജുവിൻ്റെ കോമ്പിനേഷൻ. സാമ്പാറിൻ്റെ കൂടെ എന്തും അവൻ കഴിക്കും. കുറച്ച് എരിവ് കൂടിപ്പോയെന്നാണ് പുള്ളി പറയുന്നത്. എന്നാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കൂട്ടന്നെ പിന്നെ എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടും. എന്നാലും അവരുടെ ഫേവറേറ്റ് ഫുഡ് കഞ്ഞിയും ചോറുമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് റെഡിയാവാൻ പോവുകയാണ്. ഞങ്ങളൊരു 12 മണിയായപ്പോൾ റെഡിയാവാൻ തുടങ്ങി കേട്ടോ. കുളിച്ച് റെഡിയായി ഞാൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ മാത്രമല്ല അതേ നോക്കൂട്ടനും റെഡിയായി, അതുപോലെ ജോജിക്കുട്ടനും റെഡിയായി. ഞങ്ങളിങ്ങനെ റെഡിയായി കുറച്ച് ജാടത്തരം ഷോഫൊക്കെ കാണിച്ചു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ റെഡിയായിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളിതാ പുറത്തോട്ടിറങ്ങിയപ്പം മമ്മി അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഞങ്ങൾ ഓട്ടോ വിളിച്ചു. ഞങ്ങൾ സ്ഥിരം കൊണ്ടുപോകുന്നൊരു ചേട്ടനുണ്ട്. അപ്പം ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇന്ന് റോച്ചിന് ഇല്ലാത്തത് കൊണ്ട് മമ്മി ഒരു ഓട്ടോയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ റെഡിയായി ഹാപ്പിയാണ് പിള്ളേർ. ഇത് പുറത്തൊക്കെ പോകുമല്ലേ, അതുകൊണ്ട് അങ്ങനെ ഓട്ടോ വന്നു. ഞങ്ങൾ പുറത്ത് ഇറങ്ങി ഓട്ടോ ചേട്ടൻ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ. ഏതായത് നമ്മൾ ഓഫീസറാണ് കാണാൻ പോകുന്നത്. നമ്മുടെ കുഞ്ചൊക്കെ പോകുന്നത് റിവ്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ പോയി കാണാമെന്ന് വെച്ചിട്ട് പോവുകയാണ്. ഞങ്ങളിങ്ങനെ പോയി. ഞങ്ങൾ പോകുന്നത് ഇടപ്പള്ളി വിനിത തിയേറ്റർ ഉണ്ടല്ലോ, അവിടെയാണ്. ആ തിയേറ്ററൊരു സ്റ്റോറി ഉണ്ട്. അതിന് ഈ തിയേറ്റർ വരുന്നതിന് മുമ്പ് അവിടെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതുകൊണ്ട് വിനിത തിയേറ്ററിൻ്റെ വല്ലാത്തൊരു സ്നേഹമാണ്. എപ്പോൾ സിനിമയ്ക്ക് പോയാലും അവിടെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അങ്ങനെ ഒരു അമ്മളി പറ്റിപ്പോയി. 1 മണിക്കായിരുന്നു സിനിമ. ഞങ്ങളവിടെ 12:10 തന്നെ ചെന്നു. പിന്നെ എന്ത് ചെയ്യാനാണ്, വെയിറ്റ് ചെയ്യുക. ആരെയും കൊണ്ടാണ് പോയേക്കുന്നത്? നോക്കൂട്ടനെയും കൊണ്ടാണ് പോയേക്കുന്നത്. കുരുത്തക്കേട് കാണിച്ച് അവൾക്ക് പുറത്തിറങ്ങി കുരുത്തക്കേട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ നിറച്ചും കുറേ ആൾക്കാരുണ്ടല്ലോ തിയേറ്ററല്ലേ. അതുകൊണ്ട് അവളെ കൊണ്ട് പറ്റാവുന്ന ഇരുന്നും കിടന്നും നടന്നും എല്ലാം അവളുടെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സിനിമയുടെ ടൈം ആയിട്ടുണ്ട്. തിയേറ്റർ ഓപ്പൺ ആക്കി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയിരുന്നു. തിയേറ്റർ കയറിയ ഉടനെ ഞങ്ങളുടെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, സിനിമ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ നമ്മൾ എംബ്രാൻ്റെയൊക്കെ അപ്കമിങ് മൂവീസിൻ്റെയൊക്കെ ട്രെയിലർ കാണിക്കുമല്ലോ, അതെല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തീറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ തീറ്റയും കുടിയും എല്ലാം മത്സരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടീസർ എല്ലാം അല്ലെങ്കിൽ ട്രെയിലേഴ്സ് എല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫൈനലി സിനിമ സ്റ്റാർട്ടായി. സിനിമയെല്ലാം കണ്ട് അടിപൊളി സിനിമയാണ് കേട്ടോ. ഓഫീസർ എല്ലാവരും പോയി കാണണം. അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ഉറക്കമായി. ഡോണറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഡോണറ്റൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. ഫുള്ള് കഴിച്ചു. നോഹ പകുതി ഉറക്കത്തിൽ ഇങ്ങനെ കഴിച്ച്